സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് LGS വരികയാണല്ലേ. അപ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി നോക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് കേരളത്തിൽ എത്ര നദികളുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത് നിങ്ങൾ പറയാൻ ശ്രമിക്കണേ. തുടക്കക്കാരാണെങ്കിൽ കേട്ടു പോവുക, അറിയുന്നവരാണെങ്കിൽ കൂടെ തന്നെ പറഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമുക്കറിയണം അല്ലേ. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ആകെ 3 നദികളേ ഉള്ളൂ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അത് ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അഥവാ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വലുത് കബനിയാണ്, രണ്ടാമത്തെ ഭവാനിയാണ്, മൂന്നാമത്തെ പാമ്പാറാണ്. അപ്പോൾ ആ ഒരു കണക്കിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വലുപ്പവും ചെറുതും വലുതും അറിയും ചെയ്യും. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഏതാണെന്നും അറിയും. അപ്പോൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3 ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാ? അപ്പോൾ 44 ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ പോയി കഴിഞ്ഞാൽ എത്രയാ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 അല്ലേ. അപ്പോൾ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3, കേരളത്തിലെ ടോട്ടൽ നദികളുടെ എണ്ണം 44. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ 3 ഏതൊക്കെയാ? പറയാൻ ശ്രമിക്കൂ. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? 3 ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുന്നേ ഒന്നും കൂടി ചോദിക്കാവേ. അപ്പോൾ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ നദികൾ, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. രണ്ടാമത്തെ നദി ഏതാ? രണ്ടാമത്തെ ഭാരതപ്പുഴ അല്ലേ. ആദ്യത്തെ പെരിയാർ, രണ്ടാമത്തെ ഏതാ? ഭാരതപ്പുഴ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാ? വയനാട്. ഏതാ? വയനാട്. അപ്പോൾ എന്താണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കർണാടകയും പിന്നെ ഏതാ കേരളവും അല്ലേ. കേരളവും കർണാടകയുമായിട്ടാണ് അപ്പോൾ വയനാട് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? വയനാട് അല്ലേ. അപ്പോൾ നമുക്ക് ചില ഫാക്റ്റ് പഠിക്കാം. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ, കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഏതാ? മലപ്പുറമാണ് കേട്ടോ. എന്താണ്? കടൽ തീരമുള്ള ജില്ലകളിൽ വലിപ്പം കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം. അങ്ങനെ എല്ലാത്തും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഇങ്ങനെ ഏതാ? കടൽ തീരം ഉള്ള ജില്ലകൾ, ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ല. ഈ ഫാക്റ്റ് മറക്കണ്ട കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ, കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. കൺഫ്യൂസ് ഉണ്ടോ? അഥവാ രണ്ടും കാക്കാണ്. കടൽ തീരമുള്ള ജില്ല, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ, കുറവ് കൊല്ലം. അപ്പോൾ കടൽ തീരം ഉള്ള ജില്ലയിൽ ഏറ്റവും വലിയ ജില്ല ഏതാ ചോദിച്ചാൽ ഏതാ? മലപ്പുറം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ഫാക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏതാ? ആദ്യം പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കി തന്നെയായിരുന്നു. ആദ്യം ഇടുക്കിയായിരുന്നു, അതിനുശേഷം പാലക്കാടായി മാറിയിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്. ഇപ്പോൾ വീണ്ടും ഇടുക്കിയിലോട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കിയാണ് കേട്ടോ. 2ാം സ്ഥാനമാണ് പാലക്കാട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പറയാൻ ശ്രമിക്കണേ. ഇതൊക്കെ പഴയ PYQ ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ.